സമയമില്ല എന്നിട്ടാ ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത്. ഇടയ്ക്കൊക്കെ കാണും, ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഷാനവാസ് ഉള്ളത് കൊണ്ട് കാണാറുണ്ടായിരുന്നു. ഷാനവാസിനെ ഇഷ്ടമാണോ? ഷാനവാസിന് ഇഷ്ടമാണ്. പിന്നെ നമ്മളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കുട്ടികളല്ലേ. അതിലെനിക്ക് ബിഗ് ബോസിനോട് താല്പര്യം ഇല്ലാത്തത്, ആദ്യം മുൻഷി രഞ്ജിത്തിന് അവർ ഒരാഴ്ച കൊണ്ട് പറഞ്ഞു വിട്ടില്ലേ. ഞാൻ പറഞ്ഞത് ഒരു ആൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ പെർഫോമൻസിന് ഒരു ടൈം കൊടുക്കണം അല്ലേ. അവിടെ എല്ലാം ഒന്ന് സ്റ്റഡി ചെയ്യുന്നവരെ. മുൻഷി രഞ്ജിത്ത് ഇവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ഒരാളാ. ഒരാഴ്ച കൊണ്ട് പറഞ്ഞു വിടുമ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വേദന അത് മനസ്സിലാക്കില്ല അവർ. അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ച 3 ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ മുൻഷി എന്താണെന്ന് മുൻഷിക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതിന് സമയം കൊടുത്തില്ല. അതുകൊണ്ട് ബിഗ് ബോസുകാരുടെ അടുത്ത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട്, ദേഷ്യമുണ്ട്. മുൻഷീനെ അങ്ങനെ ചെയ്തത് തെറ്റാ. കാരണം മുൻഷീന്റെ കോമഡികളും മുൻഷീന്റെ പെർഫോമൻസും നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ആളൊന്നും ഒതുങ്ങിയിട്ടാണ്. പക്ഷെ അവിടെ പഠിക്കാൻ വേണ്ടി ഒരാഴ്ച എല്ലാവരും ഒന്ന് പഠിക്കട്ടെ, എല്ലാവരുടെ സ്വഭാവം ഒന്ന് പഠിക്കണ്ടേ. അതിനു വേണ്ടി പുള്ളി കാത്തിരുന്നു. പക്ഷെ പുള്ളിയെ ബിഗ് ബോസുകാർ മനസ്സിലാക്കിയില്ല. അതാണ്. പിന്നെ എന്തിനാണ് ആ കുട്ടിയെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയത്? 100 ദിവസത്തിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ആ കുട്ടിക്ക് ഒരുപാട് ടൈറ്റായി. ഇപ്പൊ അതൊക്കെ പാവല്ലേ. കാരണം അവന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ആരിഷ്ടം ബിഗ് ബോസിൽ? ഇപ്പൊ ഷാനവാസിന് ഇഷ്ടം, അനുമോളെ ഇഷ്ടം. എങ്ങനെയുണ്ട് അനുമോളൊക്കെ? എങ്ങനെയുണ്ട് ഗെയിം പ്ലേ ഒക്കെ? അനുമോള് കളിക്കുന്നുണ്ട്. അനുമോൾക്ക് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഓൺലൈനിൽ ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ ശത്രുക്കൾ പറയുന്നത്. അനുമോള് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഷാനും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ കുട്ടികളും വരണം. അവർക്ക് ഇത്രയും ദിവസം ആരെങ്കിലും ഒരാളെ അടിക്കോളൂ. അനീഷ് ആരെങ്കിലും ഒരാളെ അടിക്കോളൂ. പക്ഷെ അതുവരെ നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ പേയ്മെന്റ് കിട്ടും. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്യുന്ന കുട്ടികൾക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണ്ടേ. എല്ലാരും രക്ഷപ്പെട്ടെ, അത്രേ ഉള്ളൂ. അല്ലെ ഫസ്റ്റ് കിട്ടി 50 ലക്ഷം കിട്ടുന്നല്ല. അവിടെ എത്തിക്കഴിയുമ്പം അത്രയും ദിവസം അവരുടെ പേയ്മെന്റ് എത്ര സംസാരിച്ചു അതിന് ടോട്ടൽ അവർക്ക് കിട്ടും. കാരണം അത്രയും ചെലവാക്കിയിട്ടുണ്ട് കോസ്റ്റ്യൂമിനും ഇതൊക്കെ. അപ്പൊ ആ മക്കൾക്ക് അതിന്റെ ഒരു തിരിച്ച് എല്ലാ നഷ്ടങ്ങളും നികത്തി എടുത്ത് വരണം. പിന്നെ പെർഫോം ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാലിബറാ. ചെയ്യട്ടെ. അവര് നല്ല കുട്ടികളാണ്, എല്ലാരും നല്ല കുട്ടികളാണ്. ലക്ഷ്മിനെ ആദ്യം എനിക്ക് ഒരുമാതിരി വിഷമം തോന്നിയിരുന്നു, ഒരു ഈഗോ ക്യാരക്ടർ പോലെ തോന്നിയിരുന്നു. ഇപ്പൊ അതൊന്നും തോന്നുന്നില്ല. ഇപ്പൊ ആ കുട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റേ ആദില നൂറൊക്കെ എങ്ങനെ ഉണ്ട്? ആ കുട്ടികളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ ഓരോ കോൺട്രവേഴ്സീസ് ആ കുട്ടികളെ കൊണ്ട് പറയുന്നുണ്ട്. ആ ഏരിയയിലേക്ക് സംസാരിക്കാൻ ഞാൻ തയ്യാറില്ല. കാരണം എനിക്കൊരു ആൺകുട്ടിയാണ്. എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം വരുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കും. അങ്ങനെ ഒരു ചിന്ത ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടം, അവരോട് നേരിട്ട് സംസാരിച്ചാലേ നമ്മൾ അറിയുള്ളൂ. ബിഗ് ബോസ് മാത്രം കണ്ടിട്ട് നമുക്ക് ആ കുട്ടിയെ പറ്റി അഭിപ്രായം പറയാൻ പറ്റില്ല. ആ കുട്ടികളെ നേരിട്ട് കാണുമ്പോൾ നല്ല കുട്ടികളാണ്. പിന്നെ ഒരു കാര്യം, ഒരച്ഛൻ ഇത്രയും സ്നേഹത്തോടെ വളർത്തിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ പാരന്റ്സിന്റേതായ സങ്കടങ്ങൾ ഉണ്ടാകും. ആ സങ്കടമാണ് അവരുടെ പാരന്റ്സ് പറയുന്നത്. പിന്നെ ഇവരുടെ കാര്യത്തിന് എന്താണെന്ന് അവർക്കെല്ലാം അറിയുള്ളൂ. അവരുടെ ശാരീരികമായ ഘടന അത് അവരോട് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നമ്മളത് പറയാൻ ആളല്ല അല്ലേ. അവരുടെ താല്പര്യം അവരെന്തോ ലെറ്റ് ദം എൻജോയ്. ഓക്കേ, ബൈ.